തൃകർത്ത രാജാവാകുന്ന സുശർമ്മന്റെ നിർദ്ദേശപ്രകാരം കൗരവന്മാർ തന്നോടുകൂടി വിരാട രാജാവിനെയും വിരാടപുരിയെയും ആക്രമിക്കുവാനായി പുറപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പശുസമ്പത്തിനെ മോഷ്ടിക്കുവാനായി അഥവാ അപഹരിക്കുവാനായി ലക്ഷ്യം വെച്ചുകൊണ്ടാകുന്നു ഏവരുടെയും പുറപ്പാട്. കീചകൻ എന്ന മഹാബലവാനാകുന്ന അദ്ദേഹത്തിന്റെ, അതായത് വിരാടന്റെ സേനാനായകൻ മരണപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള പുറപ്പാട് അവർ ഒരുങ്ങിയത്. വിരാടത്തിലേക്ക് ചെന്ന് കയറി ആക്രമണം നടത്തുന്ന തൃകർത്തന്മാരെ തടയുവാനായി മത്സ്യ സൈന്യങ്ങൾ കുതിച്ചു പാഞ്ഞു. സശസ്ത്രന്മാരായ മത്സ്യന്മാർ തൃകർത്തന്മാരോട് ഏറ്റുമുട്ടുവാൻ യുദ്ധമതത്തോടുകൂടി ഓടി. സൂര്യൻ അസ്തമിക്കുവാൻ തയ്യാറായി. അവർ തൃകർത്തന്മാരുമായി അപ്പോഴും ഏറ്റുമുട്ടി. തൃകർത്തന്മാരും മത്സ്യന്മാരും പോരാടി ഉന്മത്തരായി. ഗോക്കളെക്കുറിച്ചോർത്ത് ശക്തരായി പോരാട്ടം നടത്തി. തൊട്ടി, തോമരം, പ്രചോദിതം മുതലായ ആയുധങ്ങൾ ഉൾക്കടമായ മത്ത ഹസ്തികൾ, സമർത്ഥന്മാരായ രാജ നിയുക്തന്മാർ ഇവരെല്ലാം തികഞ്ഞ് ആനകൾ തമ്മിലുള്ള യുദ്ധവും ബഹളവും രോമഹർഷമായി തീർന്നു. അവർ തമ്മിൽ കൊന്ന് കാലപുരിയിൽ എത്തപ്പെട്ടു. ആ യുദ്ധം ദേവാസുരന്മാർ രസമായി കണ്ടുനിന്നു. കാലാൾ, തേര്, ആന, കുതിരപ്പട ഇവയുടെ കൂട്ടിമുട്ടലാൽ അന്യോന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. പൊടി പറന്നുകൊണ്ട് ആ യുദ്ധക്കളം പരസ്പരം കാണാത്ത മട്ടിൽ ആയിത്തീർന്നു. പടകളിലുണ്ടായ പൊടി പറന്ന് ആകാശത്ത് പറക്കുന്ന പക്ഷികളും നിലം പതിച്ചു. ആകാശത്ത് ശരനിരകൾ പരന്ന് സൂര്യബിംബങ്ങൾ മറഞ്ഞു. പൊൻകെട്ടുള്ള വില്ലിന്റെ പ്രഭയാൽ ആകാശത്ത് മിന്നാമിനുങ്ങുകൾ എന്ന വിധം യുദ്ധാരംഭം പ്രശോഭിച്ചു. ഇടവും വലവും ബാണങ്ങൾ തൂക്കി. വീരന്മാർ എതിർക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും തേര് തേരിനോടും കാലാൾ കാലാളിനോടും ഏറ്റുമുട്ടി. പലയിടത്തും ഹസ്തികൾ, അതായത് ആനകൾ ആനകളോടും ഏറ്റുമുട്ടി. വാൾ, വേല്, പട്ടസം, പ്രാസം, തോമരങ്ങൾ ഇവ കൊണ്ട് പോരിൽ ചൊടിച്ച് ഏറ്റുമുട്ടി തമ്മിൽ കീറിപ്പിളർന്നു. പരിക്രം പോലെ കൈയുള്ളവരായ ശൂരന്മാർ തമ്മിൽ പ്രഹരിച്ചു. ശൂരന്മാരെ പിന്തിരിപ്പിക്കുവാൻ ആ കോപികൾക്ക് സാധിച്ചില്ല. രണഭൂമിയിൽ പാമ്പിന്റെ മെയ് പോലെ ചന്ദനം ചാർത്തിയ ഭടന്മാരുടെ ഭുജങ്ങൾ യുദ്ധക്കളത്തിൽ ചിതറി. കുണ്ടലങ്ങൾ ചാർത്തിയ തലകളും ചിന്നി യുദ്ധക്കളത്തിൽ ശോഭിച്ചു. തേരാളികൾ തേരാളികളുമായും സാധികൾ സാധികളുമായും പത്തികൾ പത്തികളുമായും പരസ്പരം കൈമെയ് മറന്ന് പോരാടി. പാരിൽ നിന്നും ഉയരുന്ന ചോരയിൽ നനഞ്ഞ് അത് ഒതുങ്ങി. ശതാനികൻ, അതായത് വിരാടന്റെ അനുജൻ, 100 യോദ്ധാക്കളെ വീഴ്ത്തി. വിശാലാക്ഷൻ 400 യോദ്ധാക്കളെ കൊന്നുവീഴ്ത്തി. തൃകർത്തന്മാരുടെ മഹാസൈന്യത്തിൽ മഹാരഥന്മാർ കയറി. മനസ്വികളായ ആ മഹാരഥന്മാർ മഹാസൈന്യത്തിൽ കയറി ശക്തമായി പോരാടി. ചൊടിച്ചേറ്റവരായ അവർ പരസ്പരം മുടിപിടിച്ച് വെട്ടി. മുമ്പിൽ സൂര്യദത്തൻ കയറി, പിമ്പിൽ മന്ദിരാക്ഷനും കയറി. വിരാടൻ ആ ഘോരമായ സംഘരത്തിൽ 500 തേരുകളും തകർത്തുവിട്ടു. 800 അശ്വങ്ങളെയും 5 മഹാരഥന്മാരെയും അദ്ദേഹം കൊന്നുവീഴ്ത്തി. തൃകർത്ത പ്രധാനിയായ സുശർമാവിനോടുകൂടി എതിർത്തു നിന്നു. മഹാബലന്മാരായ അവർ തമ്മിൽ പോരാടുക ചെയ്തു. തൊഴുത്തിൽ കാളകൾ എന്ന പോലെ അവർ പരസ്പരം ആർത്ത് എതിർത്തു. പിന്നെ തൃകർത്ത രാജാവായ സുശർമാവ് മത്സ്യരാജാവിനോട് ഏറ്റു. അവർ പരസ്പരം തേരിൽ നിന്ന് എതിർത്തു. പിന്നെ തേരാളികൾ പരസ്പരം ഏറ്റുമുട്ടി. മേഘങ്ങൾ മഴ പെയ്യും പോലെ ശരങ്ങൾ വർഷിച്ചു. തമ്മിൽ ചൊടിച്ച് അവർ പരസ്പരം ഏറ്റുമുട്ടി ചുറ്റിക്കറങ്ങി. കൂർത്തുമൂർത്ത അമ്പുകൾ, വാളുകൾ, വേലുകൾ, ഗദകൾ ഇവ കൊണ്ട് അവർ പോരാടി. പിന്നെ മത്സ്യരാജാവ് തൃകർത്ത രാജാവിൽ 10 ശരങ്ങൾ എയ്തു. 5 അമ്പുകൾ 4 കുതിരകളിലും എയ്തു. ഇപ്രകാരം സുശർമാവ് മത്സ്യരാജാവിന്റെ കൂർത്തുമൂർത്ത അമ്പകളേറ്റ് പിടഞ്ഞു വീണു. ഈ അത്ഭുതക്രിയ ചെയ്തപ്പോൾ മത്സ്യന്മാരുടെയും തൃകർത്തന്മാരുടെയും സംഘട്ടനം മുറുകി. പടക്കളത്തിൽ ധൂളി പറന്ന് അവർ പരസ്പരം അറിയാത്ത മട്ടിൽ ആയിത്തീർന്നു. ഇരുട്ടടിച്ച് പോർക്കളം പൊടിയാൽ മൂടിയപ്പോൾ മുഹൂർത്ത സമയത്ത് ശസ്ത്രങ്ങളേന്തി പ്രയോഗിക്കാതെ യോദ്ധാക്കൾ നിന്നു. പിന്നെ കൂരിരുൾ മാറി ചന്ദ്രമണ്ഡലം ഉദിച്ചു വന്നു. ചന്ദ്രൻ രാത്രിക്ക് നൈർമല്യവും യോദ്ധാക്കൾക്ക് ആനന്ദവും നൽകി. ചന്ദ്രപ്രകാശം വന്നപ്പോൾ
വീണ്ടും യുദ്ധം തുടങ്ങി. അതുവരെ ഘോരമായ നിലയിൽ അവർ പരസ്പരം നോക്കി നിൽക്കുക ആയിരുന്നു. തൃകർത്തനായ സുശർമാവ് ഇളയ സഹോദരനോട് കൂടി ചുറ്റും തേർക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് മത്സ്യരാജാവിനോട് വീണ്ടും എതിർത്തു. ക്ഷത്രിയന്മാരായ അവർ തേർവിട്ട് ഭ്രാതാക്കളോട് ചേർന്ന് ഗദാപാണികളായി രഥങ്ങളുടെ നേരെ ആർത്ത് അടുത്തു. അപ്രകാരം അവരുടെ സൈന്യങ്ങളൊക്കെ തമ്മിൽ പാഞ്ഞെടുത്തു. ഗദ, വാൾ, പാശം, അറ്റം കൂർത്ത ഖഡ്ഗം എന്നിവയൊക്കെ കയ്യിലെടുത്ത് പോരാടി. സൈന്യത്താൽ മത്സ്യരാജാവിന്റെ സൈന്യത്തെ തൃകർത്ത രാജാവായ സുശർമാവ് വധിച്ച് തോൽപ്പിച്ചു. ബലമായി ശക്തമായി വിരാടനോട് എതിർത്ത് അടുത്തു അദ്ദേഹം. അവർ കുതിരകളെ കൊന്ന് പിൻപുറത്തെ സൂതനെയും കൊന്നു വീഴ്ത്തി. അപ്പോഴേക്കും രഥം പോയ രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു. ആ പിടുത്തം ബഹുരസമായിരുന്നു. കാമിയായ പുരുഷൻ തരത്തിൽ കിട്ടുന്ന പെണ്ണിനെ പിടികൂടുന്നത് പോലെയായിരുന്നു ആ പിടുത്തം. അതിൽ നിന്നും കുതറി രക്ഷപ്പെടുവാൻ മത്സ്യന് കഴിഞ്ഞില്ല. ശീഘ്രവാഹനനായ സുശർമാവ് അവനെ പിടിച്ച് തേരിൽ വെച്ച് ശീഘ്രം തേരോടിച്ച് പോയി. ശക്തനാകുന്ന മത്സ്യരാജാവിനെ തേർ തകർത്ത് പിടിച്ചപ്പോൾ തൃകർത്തനിൽ നിന്നും പീഡയേറ്റ മത്സ്യന്മാർ ഭയപ്പെട്ട് ഓടിക്കളഞ്ഞു. അവർ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുമ്പോൾ കുന്തിപുത്രനായ യുധിഷ്ഠിരൻ ശത്രുജിത്തായ ഭീമനോട് ഇപ്രകാരം പറഞ്ഞു: ഭീമ, മത്സ്യരാജാവിനെ രക്ഷിക്കുക. ഉടനെ അവനെ വേർപെടുത്തുക. അവനിൽ നിന്നും വൈരികളുടെ പാട്ടിൽ അദ്ദേഹം പെടരുത്. എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിപ്പിച്ച് അവർ നമ്മളെ സുഖമായി തൻ്റെ ഗൃഹത്തിൽ പാർപ്പിച്ചു. അതിനൊരു പ്രത്യുപകാരം നാം ചെയ്യണം. യുധിഷ്ഠിരൻ ഇപ്രകാരമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഭീമസേനൻ പറഞ്ഞു: മഹാരാജാവേ, ഭവാന്റെ ആജ്ഞ ഞാൻ ശിരസാവഹിക്കാം. ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം. ഞാൻ ശത്രുക്കളുമായി ഘോരമായി പോരാട്ടം നടത്താം. എൻ്റെ പോരാട്ടം ഭവാൻ കാണണം. സ്വന്തം കൈയുടെ ബലത്താൽ ഭവാൻ സഹോദരന്മാരോട് കൂടി ഇവിടെ ഒരു അറ്റം പറ്റി നിൽക്കുക. അങ്ങനെ നിന്ന് എൻ്റെ പരാക്രമം എങ്ങനെയിരിക്കുന്നു എന്നൊന്ന് നോക്കിക്കാണുക. വലിയ കൊമ്പുള്ള വൃക്ഷം മതി ഗദയ്ക്ക് പകരമായി എനിക്ക് ആ ശത്രുവീരന്മാരെ ഓടിക്കുവാൻ, കൊന്ന് ഇല്ലാതാക്കുവാൻ. മതം പൊട്ടിയ ആനയെപ്പോലെ അവൻ വലിയൊരു മരത്തിലേക്ക് കണ്ണു പതിപ്പിച്ചു. അപ്പോഴേക്കും വീരനായ സഹോദരന്മാരോടുകൂടി ധർമ്മരാജാവായ യുധിഷ്ഠിരൻ പറഞ്ഞു: ഭീമ, സാഹസം ചെയ്യരുത്. മരം അങ്ങനെ അവിടെ നിൽക്കട്ടെ. മരം കൊണ്ട് നീ അമാനുഷിക ക്രിയ കാണിച്ചാൽ, അങ്ങനെ എതിർത്താൽ നീ ഭീമനാണെന്ന് കാണികൾക്ക് മനസ്സിലാകും. അതിനിട വരുത്തരുത്. അല്പം കൂടി ക്ഷമിക്കുക. വേറെ മനുഷ്യർക്ക് വന്നു ചേരുന്ന ആയുധങ്ങൾ എടുക്കുക. വില്ലോ വേലോ വെൺമഴുവോ വാളോ യഥേഷ്ടം എടുക്കാവുന്ന അത്ര എടുക്കുക. മറ്റുള്ളവർ അറിയാത്ത വിധത്തിൽ, മനുഷ്യോചിതമായ വിധത്തിൽ ആയുധങ്ങൾ കയ്യിലേന്തി രാജാവിനെ മോചിപ്പിക്കുക. മഹാബലനായ മാതൃയന്മാർ ചക്രരക്ഷികളായി ഇവിടെ നിൽക്കും. എല്ലാവരും ഒരുമിച്ച് അവിടെ ചെന്ന് മത്സ്യരാജാവിനെ രക്ഷിക്കും. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാബലനായ ഭീമസേനൻ നല്ല വില്ലെടുത്ത് ഏറ്റവും ശക്തിയോടെ അനുജന്മാരോടുകൂടി വെള്ളം നിറഞ്ഞ കാർമേഘം പോലെ ശരവർഷം തൂകി. ഭീമകർത്താവായ സുശർമാവിനോട് ഭീമൻ ഏറ്റുമുട്ടി: വിരാടനെ രക്ഷിക്കുന്നതിനായി ഞാൻ എത്തിയിരിക്കുന്നു, അവിടെ നിൽക്കൂ എന്ന് ഭീമൻ അലറി. ആ കാലാന്തകനെ പോലെയുള്ള ഭീമന്റെ പിൻപുറത്തു നിന്നുള്ള നിൽക്കൂ നിൽക്കുവെന്നുള്ള വിളിച്ചു പറച്ചിൽ കേട്ടുകൊണ്ട് സുശർമാവ് തിരിഞ്ഞു നോക്കി. ഭീമൻ തുടർന്നു: ഇപ്പോൾ ഒരു വലിയ കർമ്മം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഒരു മഹാസംഘട്ടനം അടുത്തു. ഈ വെല്ലുവിളി കേട്ടപ്പോൾ സുശർമാവ് സഹോദരന്മാരോടുകൂടി തിരിഞ്ഞു. ഭീമനുമായി ആദ്യം സുശർമാവിന്റെ തേരാളികൾ ഏറ്റുമുട്ടി. തേരുകൾ, ആനകൾ, അശ്വങ്ങൾ എന്നിവ യോധന്മാർ ഏറിയിരുന്ന നിലയിൽ 100ഉം 1000ഉം തേരാളികളോടുകൂടി ഭീമനാൽ കൊല്ലപ്പെട്ടു. വിരാട രാജാവ് നോക്കി നിൽക്കെ ഗദയേന്തിയ ആ മഹാബലൻ കാലാൾപ്പടയെ അടിച്ച് തകർത്തു. അപ്രകാരമുള്ള പ്രചണ്ഡ യുദ്ധം കണ്ട് രണവീരനാകുന്ന സുശർമാവ് ചിന്തിച്ചു: ഈ നിലയ്ക്ക് എൻ്റെ സൈന്യത്തിൽ വല്ലതും ശേഷിച്ചു കിട്ടുമോ? എവിടെ നിന്നും വന്നു ഇവൻ? ഞാൻ മുമ്പൊങ്ങും ഇവനെ കണ്ടിട്ടുമില്ല, തോൽപ്പിച്ച് ഓടിച്ചിട്ടുമില്ല. എൻ്റെ സൈന്യത്തെയും ഇവൻ മുൻപൊങ്ങും തോൽപ്പിച്ച് ഓടിച്ചിട്ടും ഇല്ല.
അത്ഭുതം തന്നെ. ഇവൻ ചെവിയോളം നീട്ടിവലിച്ച് ശരങ്ങൾ വിടുന്നുണ്ടല്ലോ. കൂർത്തുമൂർത്ത അമ്പുകൾ സുശർമാവ് വീണ്ടും വീണ്ടും എയ്തു. തൃകർത്തരിൽ ചൊടിച്ചുകൊണ്ട് ശരങ്ങൾ വർഷിക്കുന്നു, ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. തേർതിരിച്ചാട്ടുന്ന വിധം പാണ്ഡവന്മാരെ കണ്ടപ്പോൾ തൃകർത്തന്മാരുടെ പട ഓടുവാൻ തുടങ്ങി. വിരാടപുത്രനും ചൊടിച്ച് നല്ലതുപോലെ യുദ്ധം ചെയ്തു. ആ കടുത്ത പോരിൽ യുധിഷ്ഠിരൻ 1000 തൃകർത്തന്മാരെ കൊന്നുവീഴ്ത്തി. ഭീമൻ 7000 പേരെ കാലപുരിയിലേക്ക് അയച്ചു. നകുലനും 700 പേരെ കൊന്നു. പ്രതാപവാനായ സഹദേവൻ 300 പേരെയും കൊന്ന് ഇല്ലാതാക്കി. ഇങ്ങനെ യുധിഷ്ഠിരന്റെ ആജ്ഞപ്രകാരം ആ വീരന്മാർ ശത്രു സൈന്യത്തെ നശിപ്പിച്ചു. പിന്നെ അത്യുഗ്രനായ സുശർമാവ് ആയുധമുയർത്തി പാഞ്ഞെടുത്തു. അപ്പോഴേക്കും തൃകർത്തരുടെ ആ മഹാസൈന്യത്തെ ഭീമൻ മുടിച്ച് തീർത്തു. ആയുധമേന്തി എതിരിട്ട സുശർമാവിനെ യുധിഷ്ഠിര രാജാവ് വെമ്പലോടെ എതിർത്ത് ശക്തിയായ ശരങ്ങൾ വർഷിച്ചു. സുശർമാവും ധർമ്മപുത്രരും ശരങ്ങൾ ചൊരിഞ്ഞു. 9 അമ്പ് ധർമ്മപുത്രരിലും 4 അൻപുകൾ ഹയങ്ങളിലും എയ്തു. അപ്പോഴേക്കും ഭീമൻ ക്ഷണത്തിൽ അവിടെ എത്തി. സുശർമാവിന്റെ നേരെ ചെന്ന് കുതിരകളെ അടിച്ചു കൊന്നു. അവന്റെ പിൻകാവൽക്കാരെ അമ്പെയ്ത് മുടിച്ചു. പിന്നെ സൂതനെയും തേർത്തട്ടിൽ നിന്നും വീഴ്ത്തി. ചക്രത്തെ രക്ഷിച്ചുകൊണ്ട് നിന്ന മഹാശൂരനും കീർത്തിമാനുമായ മദിരാക്ഷൻ തൃകർത്തനെ വിരധനായി കണ്ടപ്പോൾ ഓടിച്ചെന്ന് പ്രഹരിച്ചു. ആ തക്കത്തിന് സുശർമാവ് രഥം വിട്ട് വീണ്ടും ചാടി. വിരാടൻ ഓടിപ്പോന്നു. തന്റെ അണിയിൽ നിന്ന് അവന്റെ ഗദയെടുത്ത് അവനോട് ഏൽക്കുവാൻ സന്നദ്ധനായി. ആ വൃദ്ധനാകുന്ന വിരാടൻ ഗദയും കയ്യിലെടുത്തുകൊണ്ട് തരുണിയെ പോലെ സഞ്ചരിച്ചു. അപ്പോഴേക്കും ഓടിപ്പോകുന്ന തൃകർത്തനെ കണ്ടുകൊണ്ട് ഭീമൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: രാജപുത്ര, ഈ തിരിഞ്ഞോട്ടം ഭവാന് ചേർന്നതല്ല. ഇത്രയും വീര്യവും കൊണ്ട് പുറപ്പെട്ടത് പിന്നെ എന്തിനാകുന്നു? ഈ വീര്യവും കൊണ്ട് പശുക്കളെ മോഹിച്ചത് എന്തിനാകുന്നു? തന്റെ കൂട്ടരെയൊക്കെ വിട്ട് ശത്രുമധ്യത്തിൽ കുഴങ്ങുകയാണോ? ഇപ്രകാരം ഭീമൻ പരിഹസിച്ചപ്പോൾ സുശർമാവ് തിരിഞ്ഞു നിന്ന് ഭീമനോട് പറഞ്ഞു: നിൽക്കൂ നിൽക്കൂ. ഭീമപരാക്രമനായ ഭീമനും തേരുവിട്ട് സുശർമാവിനെ പിടികൂടുവാൻ ചാടി. ഓടുന്ന അവനെ ഭീമനും പിന്തുടർന്ന് ഓടി. സിംഹം മാനിനെ പിടിക്കുവാൻ ഓടുന്നത് പോലെ ഓടി. പാഞ്ഞു ചെന്ന് സുശർമാവിന്റെ തലമുടിയിൽ പിടികൂടി. ഒന്ന് ഉയർത്തി നിലത്തിട്ട് ഒരു അടിയടിച്ചു. നിലവിട്ട് കരയുന്ന അവനെ കാലുകൊണ്ട് തലയ്ക്ക് ഒരു തട്ടും കൊടുത്തു. തന്റെ മുട്ടുവെച്ച് ഒന്നമർത്തി ഒരു തട്ടുകൂടി കൊടുത്തു. ആ പ്രഹരമേറ്റ് രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു. തൃകർത്ത രാജാവ് വീരതനായ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ട് ഉടഞ്ഞു ചിതറി. മഹാരഥന്മാരായ പാണ്ഡവന്മാർ പശുക്കൂട്ടത്തെയും ആട്ടി തിരിച്ചു പോന്നു.